പുതിയ വർഷത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത് പലരും പതിവാക്കിയിട്ടുള്ള കാര്യമാണ്. പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനൊരു പുതുവർഷം തിരഞ്ഞെടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. എന്നിരുന്നാലും പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഒന്നാമതായി, ഇவ்விധത്തിൽ മുമ്പ് കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ എന്തായി എന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കിടെ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുന്ന ശീലമുണ്ടെങ്കിൽ ആദ്യം അതിനാണ് മാറ്റം വരേണ്ടത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ശരിയായ ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള സമർപ്പണവും ഇച്ഛാശക്തിയും ഇല്ലാത്തതാണ് ഒരു കാരണം. ഏതൊരു മാറ്റത്തിനും വില കൊടുക്കേണ്ടി വരും. അപ്പോൾ പലരും പിന്നിലേക്ക് പോകും. അപ്പോൾ ഒരിക്കലും പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ട എന്നാണോ? അല്ലവേ അല്ല. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഈ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും അത് നടപ്പിലാക്കാം. ആദ്യമായി ചെയ്യേണ്ടത് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുക എന്നതാണ്. പലരും ചിന്തിക്കുന്നത് മറ്റുള്ളവർ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ പോലെ എനിക്കും ചെയ്യണം എന്നാണ്. എന്നാൽ നിങ്ങൾ എടുക്കുന്ന ചെറിയ ചുവടുവയ്പ്പുകളാണ് വലിയ കാര്യങ്ങൾക്കുള്ള അടിത്തറയാകുന്നതും വലിയ കാര്യങ്ങളായി മാറുന്നതും. 10 കിലോമീറ്റർ നടന്ന വ്യക്തിയും അത് ആരംഭിച്ചത് ആദ്യ ചുവടിൽ നിന്നാണെന്ന് മറക്കാതിരിക്കുക. രണ്ടാമതായി, യാഥാർത്ഥ്യബോധത്തോടെ മാത്രം തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ്. കഴിയുമെന്ന് ഉറപ്പുവരുത്തി മാത്രം തീരുമാനിക്കുക. അല്ലെങ്കിൽ മടുത്തും തളർന്നും പോവുകയും ഞാൻ ഒന്നിനും കൊള്ളാത്ത വ്യക്തിയാണെന്ന ചിന്ത വരികയും ചെയ്യും. മര്യാദയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് പോലും പുറകിലേക്ക് പോകാൻ സാധ്യതയുമുണ്ട്. മൂന്നാമതായി, മുമ്പ് കൈക്കൊണ്ടിട്ടുള്ളതും വിജയകരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് കോട്ടം വരാത്ത തീരുമാനങ്ങൾ മാത്രം കൈക്കൊള്ളുക. പതിവായി ചെയ്യുന്ന കാര്യങ്ങളുടെ താളം തെറ്റിയാൽ രണ്ടും നടന്നില്ലെന്ന് വരാം. നാലാമതായി, തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള പശ്ചാത്തലമൊരുക്കുക. അത് താനേ ഉണ്ടായിക്കൊള്ളും എന്ന് ചിന്തിക്കരുത്. ഒരുക്കങ്ങളില്ലാതെ ഒരു കാര്യവും ഭംഗിയാവുകയില്ലെന്ന അടിസ്ഥാന കാര്യം ഓർത്തിരിക്കുക. അഞ്ചാമതായി, തീരുമാനങ്ങൾ എഴുതി വയ്ക്കുക. ഡയറിയിൽ മാത്രമല്ല, എല്ലാ ദിവസവും ഉണരുമ്പോൾ കാണുന്നിടത്തോ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധ കൊടുക്കുന്നിടത്തോ കുറിച്ചിടുക. വിശദമായിട്ട് വേണമെന്നില്ല. തീരുമാനത്തെ ഓർമ്മിപ്പിക്കുന്ന അടയാളപ്പെടുത്തൽ മതി. കഴിയുമെങ്കിൽ സ്നേഹിക്കുന്നവരുമായി തീരുമാനം പങ്കിടുക. അവർ ഇടയ്ക്കിടെ ഓർപ്പിച്ചോളും. അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്നോളും. വിമർശകരെ തീരുമാനം അറിയിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ആറാമതായി, ഇടയ്ക്കിടയ്ക്ക് പുരോഗതി വിലയിരുത്തുക. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമോ മാസത്തിലെ ഏതെങ്കിലും ഒരു തീയതിയോ എത്രത്തോളം തീരുമാനങ്ങൾ പാലിക്കാനാകുന്നുണ്ടെന്ന് വിലയിരുത്താൻ ഉപയോഗിക്കുക. ഏഴാമതായി, ഒരു കൃത്യമായ ലക്ഷ്യവും ഫലവും ഉണ്ടായിരിക്കണം. ചില തീരുമാനങ്ങൾ ഒരു വർഷം ലക്ഷ്യത്തിലെത്തുന്ന കാര്യമാകാം. ചിലത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാകാം. തീരുമാനം നടപ്പിലാക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കുകയും അത് ഫലമണിയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. തീരുമാനങ്ങളിൽ ഉന്മേഷത്തോടെ ഉറച്ചു നിൽക്കാൻ അത് നിങ്ങളെ പ്രാപ്തരാക്കും. ഇതിലെല്ലാം ഉപരി ദൈവത്തിൻ്റെ സഹായം കൂടാതെ ഒരു തീരുമാനവും നമുക്ക് നടപ്പിലാക്കാൻ കഴിയുകയില്ല. യേശു പഠിപ്പിച്ചത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നത്രേ. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, ഞാനല്ല, എന്നിലെ ദൈവകൃപയത്രേ എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പ്രാപ്തനാക്കിയത്. ബലഹീനതയിൽ ദൈവം തൻ്റെ കൃപ നൽകി നമ്മെ ശക്തീകരിച്ച് തൻ്റെ പദ്ധതിക്കൊത്ത തീരുമാനമാണെങ്കിൽ ഉറപ്പായും അത് നടപ്പിലാക്കാൻ സഹായിച്ചിരിക്കും. ആകയാൽ പ്രാർത്ഥനയോടെ ദൈവഹിതം അന്വേഷിച്ച് ദൈവത്തിന് ഇഷ്ടമാണെന്ന് ഉറപ്പുവരുത്തി തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ഒരു ദൈവ പൈതൽ ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും അത് വിജയിക്കണമെങ്കിൽ
സാധ്യമാകണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം കൂടിയേ തീരൂ, ദൈവകൃപ കൂടിയേ തീരൂ. ഈ 2025 എന്ന പുതുവർഷത്തിൽ ദൈവകൃപയോടുകൂടെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് ദൈവകൃപയോടെ അത് നടപ്പിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഹാപ്പി ന്യൂ ഇയർ.